ജയിലിൽ പോയി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA തന്നെ ഇവിടെ സ്വർണ്ണക്കടത്ത് മാത്രമല്ല കൊലപാതക ശ്രമം അതിന്റെ അധോലോക നെക്സസ് ദാവൂദ് ഇബ്രാഹിമിനെ വോട്ടായി കാണുന്ന ഒരു റോൾ മോഡലായി കാണുമെന്ന് പറഞ്ഞിട്ട് 6-7 കൊല്ലമായി ഈ കേന്ദ്ര അന്വേഷണ ഏജൻസി എവിടെ പോയിരിക്കുകയാണ് ആക്കി. അപ്പോഴാണ് നമ്മൾ ഈ അജിത് കുമാർ എന്തിനു വേണ്ടിയിട്ടാണ് RSSുമായി ചർച്ച നടത്തിയത്. ഇത് മേടിച്ചേ, ഇത് മേടിക്കേ. ഇല്ല ഇപ്പൊ ലൈറ്റും കിടും. അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. പൂരം കലക്കിയതാണ്. ആരാണ് കലക്കിയത്? പൂരം കലക്കിയത് കേരള പോലീസാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുമ്പോ LDFിന്റെ തീരുമാനം നടത്തിയ പത്രത്തിൽ ഇവിടെ RSS നേതാക്കന്മാരെ കാണുന്നത് കുഴപ്പമില്ല, പക്ഷെ എന്തിനു കണ്ടു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ശ്രീ EP ജയരാജൻ ഇതേ വാർത്താ സമ്മേളനത്തിൽ ടി രാമകൃഷ്ണൻ അതും നിഷേധിക്കുന്നുണ്ട്. സംഘടനാപരമായ തീരുമാനം മാത്രമാണ്. നാളെ കൊണ്ടോ കൊടുക്കണ്ട, കഴിക്കുന്നില്ല. കൊണ്ടുവാ ഇതുകൊണ്ട് വരുന്നു, കൊണ്ടുവാ.